കൈത്ത ഏഴാം ബുധൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. ലാസറിന്റെയും ധനവാന്റെയും ഉപമ. നിത്യജീവിതവും നിത്യതയും തമ്മിലുള്ള അഭേദ്യ ബന്ധത്തിന്റെ സന്ദേശമാണ് ഈ ഉപമയിലുള്ളത്. മതിൽ മതി ഇതിലെ എന്നതിനെയും വാതിൽ വാ ഇതിലെ എന്നതിനെയും ഓർമ്മിപ്പിക്കുന്നു. മതിൽ ബന്ധങ്ങളെ അകറ്റുമ്പോൾ വാതിൽ പുറത്തുള്ളവർക്ക് ഉള്ളിൽ പ്രവേശിക്കുവാനും ഉള്ളിലുള്ളവർക്ക് പുറത്തു പോകാനും സഹായിക്കുന്നു. പരസ്പര ബന്ധങ്ങൾ എവിടെ വളരുന്നു? പടിവാതിൽക്കൽ കിടന്നിരുന്ന വ്രണബാധിതനും ദരിദ്രനുമായ ലാസർ പടിവാതിൽക്കൽ ഇരുന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് ആഗ്രഹിച്ചിരുന്നു, അത്ര തന്നെ. എന്നാൽ ചെമന്ന മൃദുല വസ്ത്രധാരിയായ ധനവാൻ ഒന്ന് തിരിഞ്ഞു നോക്കിയതായി പോലും നാം വായിക്കുന്നില്ല. അവർ രണ്ടാളും മരിച്ചു. ദരിദ്രൻ അബ്രാഹത്തിന്റെ മടിയിൽ സമാധാനം ആസ്വദിച്ചു. ധനവാനാകട്ടെ നരകത്തിൽ പീഡ അനുഭവിച്ചു. അബ്രാഹത്തിന്റെ പിതാവ് എന്ന് സംബോധന ചെയ്യുമ്പോൾ മകനെ എന്ന് തിരിച്ചും അബ്രാഹാം പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ അത് പ്രയോജനപ്പെടുത്താൻ കഴിയാത്തവണ്ണം വലിയ ഒരു ഗർത്തം അവർക്കിടയിലുണ്ടായിരുന്നു. കാരണം ലോകത്തിൽ എങ്ങനെയോ അപ്രകാരം തന്നെയാണ് പരലോകത്തിലുമായിരിക്കുക. ലോകത്തിൽ ബന്ധങ്ങൾ സ്ഥാപിച്ചാലാണ് പരലോകത്തിലും ബന്ധങ്ങൾ സ്ഥാപിക്കാനാവുക. ലോകത്തിലെ വ്യവഹാരമനുസരിച്ചാണ് പരലോകത്തിലും വ്യവഹാരങ്ങൾ ഉടലെടുക്കുക. പിന്നീട് എത്ര പരിശ്രമിച്ചാലും അത് കൂട്ടിയിണക്കുക സാധ്യമല്ല. അധാർമിക സമ്പത്തിന്റെ കാര്യത്തിൽ അവിശ്വസ്തത കാണിച്ചാൽ യഥാർത്ഥ ധനം ആരെ കയ്യേൽപ്പിക്കും? ലോകത്തിലായിരിക്കുമ്പോൾ അബ്രാഹത്തിന്റെ മകനാവുക, അല്ലെങ്കിൽ മകളായിരിക്കുക. കൂനുള്ള സ്ത്രീ സക്കേവൂസ് അബ്രാഹത്തിന്റെ മക്കളായിരുന്നു. ലോകത്തിൽ തിരസ്കൃതരും അവഗണിക്കപ്പെട്ടവരും പുറന്തള്ളപ്പെട്ടവരും ദരിദ്രരും പാപികളുമൊക്കെ സ്വർഗത്തിൽ സ്വീകാര്യരായത് അങ്ങനെയാണ്. ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങളിലും അംഗീകാരങ്ങളിലും പാണ്ഡിത്യത്തിലും തുടങ്ങി ലൗകിക നേട്ടങ്ങളിൽ അഹങ്കരിക്കുന്നവരുടെ ദൈവം മാമ്മോൻ എന്ന പിശാചാണ്. പരലോകത്തിൽ അവരുടെ സ്ഥാനം അവന്റെ വാസസ്ഥലമായ നരകത്തിലായിരിക്കും.